ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് ഗാനമാലപിച്ച് എല്ലാവരും സൗഖ്യമായി യേശുവിൻ നാമത്തിൽ
ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് പാപത്തിന്റെ പരിണിതഫലമായ ഭയത്തിൽ നിന്നും ദൈവത്തെ സ്നേഹമായി തിരിച്ചറിഞ്ഞ് ആ ദൈവം എന്നോട് കൂടെയുള്ളവനാണ് എന്ന്, എമ്മാനുവേലായ ദൈവമാണ് എന്ന്, എന്നോടൊപ്പം സഹകരിക്കുന്ന ദൈവമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിന്റെ കാരുണ്യ വലയത്തിനുള്ളിൽ നിൽക്കുന്ന നമുക്ക് ഇനി ഉണ്ടാകേണ്ട വികാരം, ഈ ക്രിസ്തുമസില് തിരതല്ലുന്ന വികാരം, അത് മറ്റൊന്നുമല്ല, ആനന്ദം എന്ന് പറയുന്ന വികാരമാണ്. ഭയത്തിൽ നിന്നും വിടുതൽ നേടിയ, രക്ഷ അനുഭവിച്ച ദൈവഭയത്തിന്റെ ഹൃദയം തുളുമ്പുന്ന വികാരം എന്ന് പറയുന്നത് ആനന്ദമാണ്. കരങ്ങൾ ഉയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാകണമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കും. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കും. നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ് എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പറയുകയാണ്. നിങ്ങൾ നിരന്തരം സന്തോഷിക്കുന്ന ദൈവമക്കളായി മാറണം. ഇനി നമുക്ക് സങ്കടപ്പെട്ട് ഇരിക്കേണ്ട സമയമാണ്. ഇനി നമ്മൾ സന്തോഷിക്കേണ്ട, ആനന്ദിക്കേണ്ട സമയമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആനന്ദം എന്ത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ പറയും ആനന്ദം എന്ന് പറയുന്നത് നമുക്ക് ഉള്ളതിനെ കുറിച്ചുള്ള സന്തോഷമാണ്, നമ്മൾ ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള അവസ്ഥയിലുള്ള സന്തോഷമാണ് എന്നൊക്കെ നമുക്ക് പറയുവാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ ഇതാണോ രക്ഷകൻ പ്രദാനം ചെയ്യുന്ന ആനന്ദം എന്ന് ഈ ക്രിസ്തുമസ് നമ്മൾ ചിന്തിക്കണം. ക്രിസ്തുമസ് ആഘോഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ മനോഹരമായ ഒരു പുൽക്കൂട് നമ്മുടെ സോജി അച്ഛന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പുൽക്കൂട് ഒരുക്കിയിരിക്കുന്നത്. ഈ പുൽക്കൂടിന്റെ ഒക്കെ അർത്ഥം എന്താണ് എന്ന് ഒരു പക്ഷേ നമുക്കറിയത്തില്ല. പുൽക്കൂട് എന്തുകൊണ്ടാണ് ദൈവവചന അധിഷ്ഠിതമായിട്ട് അർത്ഥം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതായത് പുൽക്കൂട് കെട്ടിയാൽ മാത്രം പോലെ. പുൽക്കൂട് എന്ന് പറയുന്നത് പറുദീസായുടെ പ്രതീകം. പറുദീസായില് ഒരു ബന്ധം മുറിഞ്ഞു പോയി. പച്ചപ്പ് നിറഞ്ഞ നല്ല ഫലം കായ്ക്കുന്ന അവസ്ഥ. അവിടെ വൃക്ഷങ്ങളും മൃഗങ്ങളും മനുഷ്യനും പ്രകൃതിയും എല്ലാം ഒന്നു ചേർന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ പാപം മൂലം പ്രകൃതിയോടുള്ള ബന്ധം കുറഞ്ഞു, വൃക്ഷലതാദികളോടുള്ള ബന്ധം, മൃഗങ്ങളോടുള്ള ബന്ധം കുറഞ്ഞു, പരസ്പരമുള്ള ഭാര്യയും ഭർത്താവും എന്ന നിലയിലുള്ള ബന്ധം കുറഞ്ഞു, ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു. ഇങ്ങനെ ബന്ധങ്ങളുടെ മേഖലയിൽ വലിയ തകർച്ച നേരിടുകയും ഈ കഴിഞ്ഞിടയ്ക്ക് ഫ്രാൻസിസ് പാപ്പ ഒരു ചാക്രിക ലേഖനം എഴുതുകയുണ്ടായി. എന്താണ് ചാക്രികയുടെ പേര്? ദൈവമേ അങ്ങേക്ക് സ്തുതി, ലൗദാത്തോസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാക്രിക ലേഖനം എഴുതുകയുണ്ടായി. പക്ഷെ നിങ്ങളൊന്നും അതിനെ കുറിച്ച് മനസ്സിലാക്കി കാണുകയില്ല. ഇതാണ് അതിന്റെ ഉള്ളടക്കം. അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് നമ്മുടെ പ്രപഞ്ചമാകുന്ന ആഗോള ഭവനത്തെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകണമെന്ന്, നമ്മളുടെ എല്ലാവരുടെയും ഒന്നിച്ചുള്ള വാസഗേഹമായ ഈ ഭൂമിയെ നമ്മൾ സ്നേഹിക്കണമെന്ന്, ഈ ഭൂമിയെ നമ്മൾ വേദനിപ്പിക്കരുതെന്ന്, ഈ ഭൂമിയാകുന്ന ഈ പ്രപഞ്ചമാകുന്ന അമ്മയെ നമ്മൾ മുറിവേൽപ്പിക്കരുതെന്ന്, ഇതിന്റെ പച്ചപ്പിനെ കെടുക്കരുതെന്ന്, ഇതിന്റെ ജലാശയങ്ങളെ മലിനപ്പെടുത്തരുതെന്ന്, അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്ന് പറയുകയാണ്. നിനക്ക് ഈ പ്രപഞ്ചത്തിന്റെ മേലെ സർവ്വ അധികാരം വന്നിരിക്കുന്നതെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം പറയുമ്പോൾ അതിനെ കൊത്തിക്കളച്ച് നശിപ്പിച്ച് ഇല്ലാതാക്കി, അതിനെ നശിപ്പിച്ച് അതിന്റെ നാശം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നീ അതിന്റെ സംരക്ഷകനാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പ്രത്യേകമായിട്ട് പറയുകയാണ്. ആഗോള താപനത്തിന്റെ പരിണിത ഫലങ്ങള് നമുക്ക് അടുത്തുള്ള നാടുകളിലൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കളൊക്കെ IT മേഖലയിലൊക്കെ മദ്രാസില് ചെന്നൈയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രളയക്കെടുതിയുടെ ആധിക്യം എന്ന്
നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് 1901 200 ചില്ലുവാനം സെന്റിമീറ്റർ മഴ എന്ന് പറയുന്ന റെക്കോർഡ് മഴയിൽ നിന്നും 300 ചില്ലുവാനം എന്ന് പറയുന്ന സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു മഴയുടെ അവസ്ഥയിലേക്ക് ഈ ചെന്നൈ പോലെയുള്ള ഒരു നഗരത്തെ കൊണ്ടുചെന്നെത്തിച്ചത്? അത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ കാണുന്നത് ഭൂമിയോട് നമ്മൾ ചെയ്യുന്ന അതിക്രമത്തിന്റെ പരിണിതഫലമാണ് നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനോട് തെറ്റ് ചെയ്താൽ ഒരുപക്ഷെ മനുഷ്യൻ ക്ഷമിച്ചെന്നിരിക്കും. ദൈവത്തോട് മനുഷ്യൻ തെറ്റ് ചെയ്താൽ ദൈവം തീർച്ചയായും ക്ഷമിക്കും. പക്ഷേ മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന തെറ്റുകൾക്ക് യാതൊരു വിട്ടുവീഴ്ചയും പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു പ്രതീക്ഷിക്കരുതെന്ന് ഈ കാലഘട്ടത്തിന്റെ ഇത്തരത്തിലുള്ള വെള്ളപ്പൊക്ക കെടുതികൾ തുടങ്ങിയുള്ള ഭൂകമ്പ സ്ഥിതികൾ തുടങ്ങിയുള്ള സംഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ പച്ചപ്പ് കെട്ടിയ ഒരു പുൽക്കൂട് നമുക്ക് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാകേണ്ടതുണ്ട്. പ്രകൃതിയോടുള്ള എന്റെ ബന്ധം എന്താണ്? മൃഗങ്ങളോടുള്ള ബന്ധം എന്താണ്? ഗോമാതാവായിട്ട് ഈ പശുവിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊന്നുമല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മറിച്ച് മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ അതിന്റെ സന്തുലിത അവസ്ഥയെ നഷ്ടപ്പെടുത്തി സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമിയെ ഇല്ലാതാക്കുവാൻ, പ്രപഞ്ചത്തെ ദൈവം ദാനമായി തന്ന പ്രപഞ്ചത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന പ്രവണതകളെ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ സാധാരണ വീടുകൾ മതി താമസിക്കാൻ. പക്ഷെ നമ്മളൊക്കെ കെട്ടിപ്പോകുന്ന വീടുകള് വലിയ വീടുകളാണ്. മണൽ തീർന്നു പാറപ്പൊടി വെച്ച് കെട്ടിപ്പോക്കുകയാണ്. പാറപ്പൊടി വെച്ച് കെട്ടിപ്പോക്കിയ വീടിന് മുമ്പില് ഇതുപോലെ ഷീറ്റ് കൊണ്ട് നമ്മൾ വലിയ കൂടാരങ്ങൾ നിർമ്മിക്കുകയാണ്. കാണുന്ന കാഴ്ചയാണ്. ഞാൻ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട കാര്യമല്ല. ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ കണ്ണോടിച്ചാൽ മതി. ഞാനും നിങ്ങൾക്കൊക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് അനീതികൾ പ്രപഞ്ചത്തോടും. ഇപ്പൊ പുൽക്കൂട് എന്ന് പറയുന്നത് പ്രപഞ്ചത്തോട് ഒന്നു ചേർന്ന മനുഷ്യന്റെ ചിന്താഗതിയാണ്. മനുഷ്യനും ദൈവവും ഒന്നു ചേർന്ന പുൽക്കൂട്, മനുഷ്യൻ ദൈവത്തെ കണ്ടുമുട്ടിയ പുൽക്കൂട്, മൃഗങ്ങളും ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. പുൽക്കൂട് എന്ന് പറയുന്നത് പ്രപഞ്ചം ഒന്നിച്ച് ദൈവത്തെ തങ്ങളുടെ ഇടയിലേക്ക് സ്വീകരിച്ച ഇടമാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ പുൽക്കൂടിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് പുൽക്കൂട് ദൈവത്തെ തിരിച്ചറിയാൻ മനുഷ്യൻ മറക്കുമ്പോൾ പ്രകൃതി തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. കാലിത്തൊഴുത്തിൽ അവൻ വന്നു പിറക്കുമ്പോൾ, ഒരു പുൽത്തൊഴുത്തിൽ അവൻ വന്നു പിറക്കുമ്പോൾ, മൃഗങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന പുൽക്കൂട്ടില് അവൻ പിറക്കുമ്പോൾ, കാലിത്തൊഴുത്തിന്റെ പുൽത്തൊഴുത്തിൽ അവൻ വന്നു കിടക്കുമ്പോൾ, ദൈവം മനുഷ്യനെ തിരിച്ചറിയാതെ, മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാതെ പോയതിന്റെ ഓർമ്മപ്പെടുത്തല് ഒരിക്കൽ കൂടി നൽകുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കാള തന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത തന്റെ യജമാനനെ അറിയുന്നു, പക്ഷേ ഇസ്രായേൽ തന്റെ സൃഷ്ടാവിനെ അറിയുന്നില്ല. വേദനയോടുകൂടി പ്രവാചകന്റെ വാക്കുകള് എഴുതി ചേർക്കപ്പെടുമ്പോൾ തിരിച്ചറിയണം, ദൈവത്തെ മറന്ന ഇസ്രായേൽ ജനത്തിന്റെ ദാരുണമായ അവസ്ഥയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സമൂഹമല്ല, മറിച്ച് മനുഷ്യവംശം മുഴുവന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുകയാണ്. ദൈവത്തെ മറന്ന മനുഷ്യന്റെ മുമ്പിൽ കാള തന്റെ യജമാനനെ അറിയുന്ന അവസ്ഥ, കഴുത തന്റെ ഉടമയെ അറിയുന്ന അവസ്ഥ. അതാണ് പുൽക്കൂട്. കന്നുകാലികള് രക്ഷകനെ കൺമുമ്പിൽ കണ്ടുമുട്ടുമ്പോഴും കുഞ്ഞി പൈതങ്ങളെ കാലിൽ പിടിച്ച് പാറയിലടിച്ച് കൊന്നുകളയുവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന മനുഷ്യകുലത്തിന്റെ ഭയങ്കരമായ അതിഭീകരമായ മുഖം ഹെറോദസ് എന്ന് പറയുന്ന രാജാവിൽ വെളിപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രപഞ്ചം കണ്ടുമുട്ടിയതിന്റെ ഒരു അവസ്ഥയെ നമ്മൾ അനുസ്മരിക്കുക. പ്രപഞ്ചത്തോട് ചേർന്ന് നിന്ന് ലൗദാतो സി, കർത്താവേ ദൈവമേ അങ്ങേക്ക് സ്തുതി എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. ലൗദാतो സി എന്ന് പറയുന്ന വാക്ക് ഫ്രാൻസിസ് പാടിയ പാട്ടിന്റെ വാക്കുകളാണ്. ഫ്രാൻസിസ് പുണ്യാളൻ പാടിയ പാട്ടിന്റെ വാക്കുകൾ. ഫ്രാൻസിസ് അസീസി പാടി ദൈവമേ അങ്ങേക്ക് സ്തുതി. സൂര്യനാകുന്ന സഹോദരനോട് ചേർന്ന്, ചന്ദ്രനാകുന്ന സഹോദരിയോട് ചേർന്ന്, പക്ഷികളോട് ചേർന്ന് ഞാൻ നിനക്ക് സ്തുതി പാടുന്നു എന്ന് പറയുന്ന ഫ്രാൻസിസ് അസീസിയുടെ മനോവികാരമാണ് ഈ പുൽത്തൊഴുത്തില് നമുക്കുണ്ടാകേണ്ടത്. പുൽക്കൂട് കുറെ പച്ച ചെടികൾ വെട്ടിവെച്ച് ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് ബന്ധങ്ങൾ ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കപ്പെടുന്നതിന്റെ വികാരമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മൃഗങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ജനിച്ചു എന്ന് ചോദിച്ചാൽ, കെരൂബുകൾക്ക് മധ്യേ അവൻ ഇറങ്ങി വന്നു. ആ പഴയ നിയമ ഗ്രന്ഥത്തിൽ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം കെരൂബുകളുടെ മധ്യേ നിന്നു എന്നാ പറയുന്നത്. 2 മൃഗങ്ങളുടെ മധ്യേ അവൻ നിന്നു, കെരൂബുകളുടെ മധ്യേ നിന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അവൻ പ്രപഞ്ചത്തിൽ മൃഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയും
പ്രപഞ്ചം ഒന്ന് ചേർന്ന് മനുഷ്യനുമായി ഒന്ന് ചേർന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. ക്രിസ്മസിന്റെ പുൽക്കൂടിന്റെ ചിന്തകൾ ഞാൻ അവിടെ നിർത്തുകയാണ്. നമുക്ക് നമ്മുടെ ആനന്ദത്തിലേക്ക് തിരിച്ചു വരാം. അപ്പൊ ആനന്ദമുള്ള വ്യക്തികളായി മാറണം. നമുക്ക് പലപ്പോഴും ആനന്ദത്തെ കുറിച്ചുള്ള ചിന്ത, ക്രിസ്മസിന്റെ പുൽക്കൂട് ഒരുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഒരുക്കങ്ങൾ പലതും നമ്മൾ നടത്തുന്നുണ്ട്. പുതിയ തരത്തിലുള്ള നക്ഷത്രമൊക്കെ നമ്മൾ മേടിച്ച് LED ലൈറ്റ് വെച്ച് നല്ല രസമായിപ്പോൾ അത് ഇന്ത്യൻ രൂപ ചെയ്യുന്ന മിക്കവാറും വീടുകളിലൊക്കെ അതൊക്കെ കെട്ടി നോക്കിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും മനോഹരമായ നക്ഷത്രങ്ങള്. ഞാൻ ഇന്നലെ പല ഇടങ്ങളിൽ പോയപ്പോൾ, സെമിനാരികളിൽ ആശ്രമങ്ങളിലൊക്കെ പോയപ്പോൾ കാണാൻ സാധിച്ചു. മനോഹരമായിട്ട് എല്ലാ ദീപാലങ്കാരങ്ങളൊക്കെ നടത്തിയിരിക്കുക. വന്ന വഴിക്കൊക്കെ രാത്രിയിൽ വൈകി വരുമ്പോൾ വീടുകളിലേക്ക് മുമ്പ് ഭാഗത്ത് വളരെ മനോഹരമായിട്ട് ദീപാലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ല നക്ഷത്രങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യഥാർത്ഥ നക്ഷത്രമായ ദൈവത്തെ തിരിച്ചറിയുക. എന്തുകൊണ്ടാണ് നമ്മൾ നക്ഷത്രം കെട്ടി തൂക്കുന്നത്? നക്ഷത്രത്തെ കുറിച്ച് തിരിച്ചറിയണമെങ്കിൽ സംഖ്യയുടെ പുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ തിരുവനന്തപുരത്ത് അവിടെ പോകണം. സംഖ്യയുടെ പുസ്തകം അവിടെ നമ്മൾ കാണുകയാണ്. അവിടെ ബാലാം പ്രവചിക്കുകയാണ്. യാക്കോബിന്റെ ഭവനത്തിൽ ഒരു നക്ഷത്രം ഉദിച്ച്. യാക്കോബിന്റെ ഭവനം ഇസ്രായേൽ ഭവനമാണ്. അവിടെ ഉദിച്ച് എന്ന നക്ഷത്രമാണ് ക്രിസ്തു, യഥാർത്ഥമായ നക്ഷത്രം. ഈ നക്ഷത്രത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. യഥാർത്ഥമായ ഈ നക്ഷത്രങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഇടുമ്പോൾ യേശുവിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ തന്നെ എത്തിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുക്കങ്ങളാണ് ആനന്ദം എന്ന് നമ്മൾ ചിന്തിക്കും. ഒരുപാട് പോത്തും കോഴിയും കാളയും ഒക്കെ കൊന്ന് നമ്മൾ ഒരുപാട് ഇറച്ചിയൊക്കെ മേടിക്കും. ബിവറേജസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ ശരണം. ബാറുകളൊക്കെ അടച്ചു കൂട്ടിയത് കൊണ്ട് കള്ളു മേടിക്കാനും ഒക്കെ നമ്മൾ പോകും. അപ്പൊ ആനന്ദം എന്ന് പറയുന്നത് ലൂക്കാസ് സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭോഷനായ ധനികന്റെ ആനന്ദമായി ഈ ക്രിസ്തുമസിൽ അധപതിക്കരുത്. എന്താണ് അവൻ ചെയ്തത്? അവന്റെ വസ്തുവകകളൊക്കെ ഒരുപാട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ, സമ്പത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, തിന്ന് കുടിച്ച് ആനന്ദിക്കാം. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 തിന്നാം, 2 കുടിക്കാം, 3 ആനന്ദിക്കാം. തിന്ന് കുടിച്ച് ആനന്ദിക്കുന്ന ഒരു അവസ്ഥയായിട്ട് നമ്മുടെ ക്രിസ്തുമസ് മാറരുത്. മറിച്ച് രക്ഷകനെ കണ്ടുമുട്ടിയതിന്റെ ആനന്ദമാണ് നമുക്ക് ഉണ്ടായത്. തിന്നും കുടിച്ചും ആനന്ദിച്ചും ഈ ക്രിസ്തുമസ് നമ്മൾ ആഘോഷിച്ച് കടന്നുപോയാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് രക്ഷകനെ കണ്ടുമുട്ടിയതിന്റെ ആനന്ദം ഉണ്ടാകുന്നത്. ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിലേക്ക് ഞാൻ വേഗം നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുകയും. എന്താണ് ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുക? അവിടെ വായിക്കുന്നത് തിരുവചനം ഇങ്ങനെയാണ്: മാലാഖമാര് ഇറങ്ങി വന്ന്, ദൈവദൂതന്മാർ ഇറങ്ങി വന്ന് ആട്ടിടയന്മാരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. ഇതൊരു സദ്വാർത്തയാണ്. നിങ്ങൾ ആനന്ദിച്ചുകൊണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ആനന്ദിക്കുക. അപ്പൊ ആനന്ദത്തിനുള്ള കാര്യം എന്ന് പറയുന്നത് രക്ഷകനെ ലഭിച്ചു എന്നുള്ളത്. കരങ്ങൾ ഉയർത്തി പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു രക്ഷകനെ കിട്ടിയ ആനന്ദമാണ് നമുക്കുണ്ടാകുന്നത്. എന്താണ് ഈ രക്ഷകന്റെ പ്രത്യേകത? രക്ഷകന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തില് യേശുവിന്റെ ജനനത്തെ കുറിച്ച് യൗസേപ്പിനോട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യൗസേപ്പിനോട് പറയുകയാണ്: യൗസേപ്പേ, ദാവീദിന്റെ പുത്രനായ യൗസേപ്പേ, നീ ഭയപ്പെടേണ്ട, നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. ഇവിടെയാണ് യേശു എന്ന പേരിലാണ് അവന്റെ രക്ഷയുടെ പ്രത്യേകത അറിഞ്ഞിരിക്കുന്നത്. തുടർന്നുള്ള വചനം നമുക്ക് വായിക്കാം: അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പൊ യേശു എന്ന പേര്, ഞാൻ കുറച്ചുകൂടെ പാട്ട് പാടിയപ്പോ ഇടയ്ക്ക് പറഞ്ഞു, യേശു എന്ന പേരിന്റെ വലിയ ശക്തിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ട് പാടുന്നത്. നമുക്ക് ഒന്നിച്ച് പാടാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു എന്ന പേരിന്റെ യഥാർത്ഥത്തിലുള്ള ഹെബ്രായ വാക്ക് യേശുവ എന്നാണ്. നിങ്ങൾ ജീസസ് ഓഫ് നാസറത്ത് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കണ്ടിട്ടുണ്ട്. ഈശോ ഇങ്ങനെ പീഡാസന സമയത്ത് അടിയൊക്കെ ഏറ്റു വാങ്ങിയിട്ട് വീഴുന്ന സമയത്ത് ഈശോയുടെ ബാല്യകാലം കാണിക്കുന്നു. ആ സമയത്ത് മാതാവ് ഇങ്ങനെ ഈശോയെ ഓടിപ്പോയിട്ട്, ഈശോ അങ്ങനെ ചെന്ന് മറിഞ്ഞു വീഴുന്നു. കുഞ്ഞ് ഈശോയെ മാതാവ് എടുത്തുകൊണ്ട് വരുന്നു. അപ്പോ അങ്ങനെയുള്ള സമയത്ത് യേശുവ എന്നാണ് മറിയം ഈശോയെ വിളിക്കുന്നത്. യേശുവ, അതാണ് യഥാർത്ഥ ഹെബ്രായ ഭാഷയിൽ യേശു എന്ന പേര്. ശരിക്കും ഹെബ്രായ ഭാഷയിൽ അങ്ങനെയാണ്, യേശുവ എന്നാണ്. എന്താണ് ഈ യേശുവ എന്ന പേരിന്റെ അർത്ഥം? നമ്മുടെ പ്രത്യേകിച്ച് പേരിന് അർത്ഥമൊന്നുമില്ല. പണ്ടൊക്കെ പേരിന് അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ പഴയ നിയമത്തിലെ പേരുകൾക്ക് എല്ലാം അർത്ഥമുണ്ട്. എല്ലാ പ്രവാചകന്മാരുടെ മക്കൾക്കെല്ലാം പേരിന് അർത്ഥമുണ്ട്. അവന്റെ പേരതാണ്, അതിന് അർത്ഥമുണ്ട്. ഇന്ന് പിള്ളേർക്ക് പേരിടുന്നതിന്റെ അത് അർത്ഥമൊന്നുമില്ല. അപ്പൊ അന്ന് യേശുവ എന്ന പേരിന് അർത്ഥമുണ്ട്. എന്താണ് ആ പേരിന്റെ അർത്ഥം? യേശുവ എന്ന പേരിന്റെ അർത്ഥം യഹോവ രക്ഷകനാണ്.
യാഹ്വേ രക്ഷകനാണ്, ദൈവമാണ് രക്ഷകൻ. അപ്പോൾ ഇവിടെ യേശു എന്ന ശിശുവിന് പേരിടണം എന്ന് പറയുന്നതിലൂടെ അർത്ഥമാകുന്നു, ഒന്ന്, അവൻ ദൈവമാണ്. ഒന്നാമത്തെ അർത്ഥം. കാരണം ദൈവത്തിന് മാത്രമേ പാപം മോചിക്കാൻ അധികാരമുള്ളൂ. ഈ ഇറങ്ങി വന്നിരിക്കുന്ന ഈ ശിശു ദൈവമാണ്. അപ്പോൾ ഇവനെ യേശു എന്ന് വിളിക്കണമെങ്കിൽ, ഇവൻ പാപമോചകനാണെന്ന് പറയണമെങ്കിൽ അവൻ ദൈവമാണ് എന്ന ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇവൻ നൽകുന്ന രക്ഷ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ്. അന്ന് ഇസ്രായേൽ ജനം അടിമത്തത്തിലാണ്. ഇസ്രായേൽ ജനം പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്ന ഒരവസ്ഥയിനേക്കാൾ ഉപരി അവൻ അനുഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് യവനന്മാരുടെ, ഈ റോമാക്കാരുടെ അടിമത്തത്തിൽ അവർ കഴിയുക. അപ്പൊ അതിൽ നിന്നൊരു മോചനമാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി പാപത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് അവർക്ക് ലഭിക്കുവാൻ പോകുന്നതെന്ന്, പാപത്തിൽ നിന്നുള്ള മോചനമാണ് അവർക്ക് കിട്ടാൻ പോകുന്നതെന്ന് തിരുവചനം പറയുകയാണ്. ഇപ്പോൾ യഥാർത്ഥത്തില് യേശു ക്രിസ്തു എന്ന് പറയുന്ന രക്ഷകനെ അവർ സ്വന്തമാകുന്നതിലൂടെ പാപത്തിൽ നിന്നുള്ള ഒരു വിമോചനവും അതുവഴി ലഭിക്കുന്ന ഒരു ആനന്ദവുമാണ് ലഭിക്കാൻ പോകുന്നത്. കുമ്പസാരം എന്ന കുദാശയ്ക്ക് ശേഷം ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുക. ഇപ്പൊ ഇനി കുമ്പസാരിക്കാൻ ആരും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അച്ഛനോട് വെറുതെ ഇരിക്കും. നമ്മുടെ അച്ഛന് കുമ്പസാരമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കുമ്പസാരിച്ച് കഴിഞ്ഞു. ഇനി ആരും കുമ്പസാരിക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ല, ആരും. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കുമ്പസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു ചോദ്യം, എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ആനന്ദം തോന്നുന്നുണ്ട് കുമ്പസാരത്തിന് ശേഷം? കൈപ്പൊക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ചോദ്യം ചോദിച്ചു, ആനന്ദം തോന്നുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ഞാൻ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടായിരിക്കാം ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് ക്രിസ്തുമസ് നമുക്ക് ശരിക്കും നൽകേണ്ട അഭിഷേകം. പാപത്തിൽ നിന്നുള്ള മോചകനാണെങ്കിൽ അവൻ യേശുവാണെങ്കിൽ, യേശുവാണെങ്കിൽ അവൻ ദൈവത്തിന്റെ വന്ന പാപമോചകനാണെങ്കിൽ, അവൻ ദൈവമാണെങ്കിൽ, ഈ ക്രിസ്തുമസ് ആഘോഷിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ പാപ വിമോചകനെ കിട്ടിയതിന്റെ ആനന്ദം, രക്ഷകനെ ഏറ്റുവാങ്ങിയതിന്റെ ആനന്ദം നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷം വെറുതെ ഒരു കടന്നുപോക്കലായി മാറും. കുറെ പടക്കം പൊട്ടിക്കാനും കുറെ ദീപാലങ്കാരങ്ങൾ നടത്താനും പുൽക്കൂട് വെക്കാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് കുടിച്ച് ആനന്ദിച്ച് കടന്നു പോകുന്നതായി നമ്മൾ മാറും. അതുകൊണ്ട് നമുക്ക് രക്ഷയുടെ അനുഭവം ഈ കുമ്പസാരത്തിന്റെ കുദാശയിലൂടെ പകർന്നു നൽകി ക്രിസ്തുമസ് ഏറെ ആനന്ദപ്രദമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ആനന്ദ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കും. രക്ഷകൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ ആനന്ദം. ലൂക്കാസ് സുവിശേഷം 1:47 മറിയം ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നുവന്ന് രക്ഷകനെ വഹിച്ചുകൊണ്ട് യെരൂശലേമിന്റെ അടുക്കലേക്ക് പോയി. നമ്മൾ ഇന്ന് കൊന്ത ചെല്ലിയപ്പോ നമ്മൾ ധ്യാനിച്ചു അല്ലെ? മറിയം പോയി എലിസബത്തിന്റെ അടുക്കൽ ചെന്നു, 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കുമ്പസാരത്തിലൂടെ നമുക്ക് രക്ഷകനെ കിട്ടിയെങ്കിൽ ഈ എലിസബത്തിന്റെ അടുക്കലേക്ക് പോയ മറിയത്തിന്റെ തിടുക്കം നമുക്കുണ്ടാകും. ആനന്ദമുള്ളിടത്താണ്, സന്തോഷമുള്ളിടത്താണ് തിടുക്കം ഉണ്ടാകുന്നത്. ഇപ്പൊ മറിയം എലിസബത്തിന്റെ അടുക്കലേക്ക് പോയ തിടുക്കത്തിലാണ്. ആട്ടിടയന്മാര് ഉണ്ണിയേശുവിനെ കാണാൻ പോയ തിടുക്കത്തിലാണ്. മന്ദീഭവിച്ച ഹൃദയമുള്ളവർക്ക്, പാപം മൂലം ഹൃദയം മന്ദീഭവിച്ചു പോയവർക്ക് ഒരിക്കലും തിടുക്കം ഉണ്ടാകത്തില്ല. ഉദാഹരണം ഞാൻ പറയാം, സ്കൂളിലോട്ട് പോകുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇന്നത്തെ കാലത്തല്ല, ഇന്നലെ വണ്ടിയേലാണ് കൊണ്ടുപോകുന്നത്. പണ്ട് നടന്നു പോകുമ്പോൾ പിള്ളേരെ കൂട്ടുകൂടി പതിയെ വർത്താനൊക്കെ പറഞ്ഞ് സ്കൂളിലോട്ട് പോകുള്ളൂ. തിരിച്ചു വരും സ്പീഡിലോട്ട് തിരിച്ചു പോരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വന്ന് കളിക്കാൻ പോകാനുള്ളതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനുള്ള സാവകാശമുണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യത്തിന് പോകുന്നു, ഒരു മന്ദീഭവിച്ച രീതിയിലാണ് പോകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സ്പീഡിൽ പോരുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമുക്ക് ഹൃദയത്തിന് നിരീക്ഷണമുണ്ട്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ നോക്കിയാൽ മതി. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അങ്ങോട്ട് പോകുമ്പോൾ അവർ മന്ദീഭവിച്ച ഹൃദയമായിട്ടാണ് പോകുന്നത്. മന്ദീഭവിച്ച ഹൃദയമുള്ളവർക്ക് മന്ദീഭവിച്ച നടക്കുകയും ആടി തൂങ്ങി ഇങ്ങനെ നടന്നു പോകും. എന്നാൽ സന്തോഷം നടന്നു കഴിഞ്ഞപ്പോൾ, ദൈവാനുഭവം കിട്ടി കഴിഞ്ഞപ്പോൾ, കുർബാന കണ്ടു കഴിഞ്ഞപ്പോൾ, കുർബാന സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ശക്തി പ്രാപിച്ച് അവർ അതിവേഗം തിരിച്ചുപോയി, സന്തോഷത്തോടെ തിരിച്ചുപോയി. സന്തോഷമുള്ളവർക്ക് അതിവേഗം തിരിച്ചു പോകാൻ സാധിക്കും. തിരുത്തത്തിൽ യാത്ര പുറപ്പെടുന്നത് നമ്മുടെ ഈ സന്തോഷത്തിന്റെ പ്രതീകമാണ്. അപ്പൊ മറിയം വലിയ ആനന്ദമുള്ളവളാണ്, സന്തോഷമുള്ളവളാണ്. രക്ഷകൻ അവളുടെ മധ്യമുള്ളത് അനുഭവിക്കുന്നത്. സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ പോയാൽ 4-ാമത്തെ അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മറിയം ഒരുപാട് ആനന്ദിക്കുകയും ജെറുസലേം പുത്രിയോട് പറയുകയാണ്, ആനന്ദിക്കാൻ പറയുകയാണ്. മറിയം അവിടെ ജെറുസലേം പുത്രിയുടെ പ്രതീകമായിട്ട് നമുക്ക് മറിയത്തെ കാണുവാൻ വേണ്ടി സാധിക്കും. ജെറുസലേം പുത്രിയോട് പറയുകയാണ്, ആനന്ദിക്കുക. എന്തുകൊണ്ടെന്നാൽ നിന്റെ രക്ഷകൻ നിന്റെ മധ്യേയുണ്ട്.
ശാരീരികമായി ചിന്തിച്ചാൽ മറിയത്തിന്റെ മധ്യേ ഉള്ളത് 3-ാമത്തെ അധ്യായം 14-17. സിയോൻ പുത്രി ആനന്ദഗീതം ആലപിക്കുക, ഇസ്രായേലെ ആർപ്പ് വിളിക്കുക, ജെറുസലേം പുത്രി പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. നിനക്കെതിരെയുള്ള വിധി കർത്താവ് പിൻവലിച്ചിരിക്കുന്നു, നിന്റെ ശത്രുക്കളെ അവിടുന്ന് ചിതറിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ കർത്താവ് നിന്റെ മധ്യയുണ്ട്, നിങ്ങളുടെ മധ്യയെ കടന്നു വന്നിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, മറിയത്തിന്റെ മധ്യത്തിൽ, ഉദരമാണ് ശരീരത്തിന്റെ മധ്യഭാഗമെങ്കിൽ അവിടെ രക്ഷകൻ കടന്നു വന്നിരിക്കുക. അപ്പം ഈ മറിയം എന്റെ ഹൃദയ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ് എലിസബത്തിന് മുമ്പിൽ പോയി ലൂക്കാ സുവിശേഷം 1:47 വചനം പറഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? രക്ഷകൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ള ആ വലിയ സന്തോഷത്തിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്മസിൽ നമുക്കുണ്ടാകേണ്ടത് അത് തന്നെ. ഈ ക്രിസ്തുമസില് നമുക്കുണ്ടാകേണ്ട ആനന്ദം എന്ന് തന്നെയാണ്. സമയം തീർന്നു, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ആനന്ദം അവിടെയൊന്നും നിൽക്കുന്ന ഒന്നല്ല. എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് ആനന്ദമുണ്ട്, അത് ഉദരത്തിൽ കിടക്കുന്ന ശിശുവായിട്ട് മാറുകയാ, ശിശുവിന്റെ ജീവിതത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാ. ശ്രാവകൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി എന്നാ പറയുന്നത്. ഉദരമാണ്, പിള്ളേർക്ക് എവിടെയാണെന്ന് പരിസരബോധമൊന്നുമില്ല, എവിടെ വേണമെങ്കിലും തുള്ളിച്ചാടി. ശ്രാവകൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി. അപ്പോ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്, രക്ഷകൻ കടന്നു വരുന്നതിന്റെ ആനന്ദം കൊണ്ട് അങ്ങ് നിറയുകയും. അതുപോലെ തന്നെ മുമ്പോട്ട് നമ്മൾ മുഴുവനാണ് ആട്ടിടയന്മാർ ആനന്ദിച്ച് കടന്നുപോയി. ഈ നക്ഷത്രം കണ്ടപ്പോൾ മത്തായി 2:10 ഈ രാജാക്കന്മാര് നക്ഷത്രം കണ്ട് അത്യധികം ആനന്ദിച്ചു. ശമയോൻ കൈകളിലെടുത്ത് ആനന്ദിച്ച് ശിശുവിനെ കണ്ട് രക്ഷ കിട്ടിയ അനുഭവത്തില് സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഇനി ചത്താലും കുഴപ്പമില്ല. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ് ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്നാണ് ഈ ശമയോൻ പറയുന്നത്. എനിക്ക് ഇനി കുഴപ്പമില്ല, മരിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറയും. ഞാൻ നിർത്തുകയാണ്, എനിക്കും അത് മതി, സന്തോഷമായി, ഞാനൊരു ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് തന്നെ ദൈവത്തെ സ്തുതിക്കാം. ഇത് സൂക്ഷയുടെ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തെ ഓർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.